ഹലോ നമസ്കാരം. നമുക്കിന്നൊരു സാലഡ് ഉണ്ടാക്കി നോക്കിയാലോ? എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് സാലഡ് അല്ലേ? നമുക്കിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാലഡ് ഉണ്ടാക്കാം. അതായത് കുറച്ച് എരിവും, കുറച്ച് മധുരവും മിക്സ് ചെയ്തിട്ടുള്ള സ്വീറ്റും സ്പൈസിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സാലഡ്. ഷെഫുമാർ ഇതിനെ സ്വിസ്സി സാലഡ് എന്ന് വിളിക്കും. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളും ഉറപ്പായിട്ട് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അങ്ങനെ നമ്മുടെ ഈ ഒരു സാലഡിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തീരെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതുപോലെ തന്നെ ഒരു 3 സ്ട്രോബെറി എടുത്ത് വെച്ചിട്ടുണ്ട്, പീനട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ഡേറ്റ്സ് ഒരു 3 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഡേറ്റ്സ് 3 4 എടുക്കാം. അതുപോലെ ഒരു ആപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കിയതുണ്ട്. അതുപോലെ പാഴ്സി ലീവും എടുത്ത് വെച്ചിട്ടുണ്ട്. പാഴ്സി ലീവ്സിന് പകരം നമുക്ക് വേണമെങ്കിൽ കൊറിയാണ്ടർ ലീവ്സും വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. നാരങ്ങ ഫുള്ളായിട്ട് വേണ്ട, അതിൻ്റെ പകുതി മതിയാവും. ഞാനിതെല്ലാം ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമുക്കിതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കോൺ, അത് ചോളം, അതും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സാലഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പുറകെ നമുക്ക് അതിലേക്ക് ആപ്പിൾ ഇട്ട് കൊടുക്കാം. ആപ്പിൾ ഫുള്ളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതുപോലെ നമ്മുടെ സ്ട്രോബെറിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം നമുക്ക്. അതിന് പുറകെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സിങ് നമ്മുടെ ഈ സാലഡിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പീനട്ട് ഫുള്ളായിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക്, ഞാൻ ആദ്യം പറഞ്ഞാലല്ല, നമ്മുടെ സ്വീറ്റ് ആൻഡ് സ്പൈസി സാലഡാണ്. അപ്പോൾ ഒരു സ്പൈസി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് വേണമെങ്കിൽ കോൺ അല്ലെങ്കിൽ ചോളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കോണിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ അത് വെക്കാതിരുന്നത്. എനിക്കിഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ കോൺ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നമ്മുടെ സാലഡിന് ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങാനീരിന് പുറകെ തന്നെ നമുക്ക് ആ പാഴ്സി ലീവ്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിക്സിംഗ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഈ ഒരു ലെവലിൽ കിട്ടണം നമുക്ക്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ സ്വീറ്റ് ആൻഡ് സ്പൈസി അല്ലെ സ്വിസ്സി സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് കാണാൻ തന്നെ നല്ല കളർഫുള്ളായിട്ടുണ്ട്. നമുക്കിനി അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? അപ്പോൾ നമ്മുടെ സാലഡ് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ ആ മിക്സ് ചെയ്ത പാത്രത്തോടു കൂടി തന്നെ ഇങ്ങെടുത്തു. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ എരിവും മധുരവും മിക്സ് ചെയ്ത് നല്ലൊരു മിക്സ്ചറായിട്ടുണ്ട്. അതായത് നമ്മുടെ ചില്ലി ഫ്ലേക്സിൻ്റെ ചെറിയൊരു എരിവും അതുപോലെ തന്നെ ആപ്പിളിൻ്റെയും ഡേറ്റ്സിൻ്റെ ഒക്കെ ആ ഒരു മധുരവും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും ചെറിയ ഉപ്പും നാരങ്ങാനീരിൻ്റെ ഒരു പുളിയും എല്ലാം കൂടെ നല്ല രസമുണ്ട്. അതുപോലെ തന്നെ നട്ട്സ് കടിക്കാൻ കിട്ടുന്നുണ്ട് നന്നായിട്ട്. പിന്നെ കോണ്, സവോളയുടെ ടേസ്റ്റ്, പിന്നെ എക്സ്ട്രാ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ പാഴ്സി ലീവ്സിന് പകരം വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊറിയാണ്ടർ വേണമെങ്കിൽ ഇടാം. നമ്മുടെ ഇഷ്ടമാണ് ഏതിടണമെന്നുള്ളത്. പാഴ്സി അങ്ങ് കിട്ടുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ആ സ്ട്രോബെറിയുടെ ടേസ്റ്റും ചെറുതായിട്ട് കിട്ടുന്നുണ്ട്. സ്ട്രോബെറി ഓപ്ഷനാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. കൊള്ളാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനിയിപ്പം മധുരം ഒരുപാട് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് ആപ്പിളിന് പകരമാണെങ്കിൽ നമുക്ക് ക്യുക്കുംബർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത് നല്ല ഫ്ലേവർ തരുന്ന ഒരു മിക്സിങ് ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യണം.
അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും അറിയിക്കുക. അപ്പോൾ നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.